സ്പോർട്സ് ഇഞ്ചുറീസിൽ കൂടുതലും മർമ്മ ചികിത്സയുടെ കൺസെപ്റ്റുകളാണ് കൂടുതലും ഇൻവോൾവ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ സ്വിഫ്റ്റായിട്ടുള്ള, അതായത് പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് റിക്കറൻസ് കുറയുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ആണെങ്കിലും നമുക്കതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെയും ലിഗമെൻറ്റ് ടയർ വരാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ ഈവൻ സർജറി ചെയ്ത കേസുകളിൽ പോലും ലിഗമെൻറ്റ് ഇഞ്ചുറിയിൽ നമ്മൾ ഇതേ കൺസെപ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലിഗമെൻറ്റ് പൂർണ്ണമായിട്ടും സെറ്റ് ആവുകയും ഈവൻ ഹൈ ഗ്രേഡ് ടയർ, കംപ്ലീറ്റ് ടയർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹൈ ഗ്രേഡ് ടയർ പോലും നമുക്കത് റിവേഴ്സ് ചെയ്ത് റീസെറ്റ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒത്തിരി കേസുകളുണ്ട്. പിന്നെ അക്യൂട്ട് ആയിട്ടുള്ള നടുവേദന, ലോ ബാക്ക് സ്പ്രെയിൻ, നമ്മളിപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ നടുവേദന വരാറുണ്ട്. ഇതെല്ലാം നമുക്ക് ബാൻഡേജും ചെറിയ ചെറിയ മെഡിസിൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റാറുണ്ട്. അതോടൊപ്പം ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും, ലൈക്ക് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇഞ്ചുറി കൊണ്ടോ അല്ലെങ്കിൽ ഈവൻ ക്രോണിക് ഡയബറ്റീസിലും അങ്ങനെ വരാം ഫ്രോസൺ ഷോൾഡർ വരെ. ഇതൊക്കെ നമ്മൾ അക്യൂട്ടായിട്ടുള്ള പെയിൻ ആയാലും ഈവൻ ക്രോണിക് ആയിട്ടുള്ളതാണെങ്കിലും നമ്മുടെ ബാൻഡേജസും ചില പ്രത്യേകതരം ലേപങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ വളരെ സ്വിഫ്റ്റായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവാറുണ്ട്. ഈവൻ ഫ്രാക്ചറുകളിലൊക്കെ നമുക്ക് ബോൺ സെറ്റ് ചെയ്യാനൊക്കെ പെട്ടെന്ന് ബോൺ സെറ്റിങ്ങിനുള്ള മെഡിസിൻസ് വളരെയധികം ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.